അസ്സലാമലൈക്കും, നമസ്കാരം. ഇപ്പം നമ്മൾ ചെയ്യുന്ന മസാല പൂരിയാണ്. ഈ പാനിപ്പൂരി ഉണ്ടല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇപ്പം അതിന് കാബിൾ ചെണ്ണ കുറച്ച് പൊതിർത്ത് വെച്ച് രാത്രി പൊതിർത്തിക്കളി. എന്നിട്ട് രാവിലെ എടുത്തതിൻ്റെ ശേഷം അതിനെ ഒരു കുക്കറിൽ 2 ഉരുളക്കിഴങ്ങ്, നിങ്ങൾ എത്ര ജാസ്തി എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോ. അപ്പം ഞാൻ കുറച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് കുറച്ച് കാബിൾ കടല, 2 ഉരുളക്കിഴങ്ങ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ ഉപ്പും. പിന്നെ അത് നല്ല സോക്കാകുന്ന എണ്ണ ഫുള്ളാകുന്ന വരയ്ക്കും വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു 4-5 വിസിൽ വിട്ടേക്ക്. എന്നിട്ട് സിമ്മിൽ ഒരു 2 വിസിൽ വിട്ടെന്ന് നല്ലോണം കടല വേണം. അല്ലെങ്കിൽ തുറന്നതിൻ്റെ ശേഷം ഉരുളക്കിഴങ്ങ് എടുത്തതിൻ്റെ ശേഷം പിന്നെയും വേണമെങ്കിൽ വിട്ടോ, കടല വെന്തിട്ടില്ലെങ്കിൽ. ഓക്കെ. അപ്പോൾ ഇത് വന്നിട്ട് കുറച്ച് പുളി, കുറച്ച് വെള്ളത്തിലാണ്, നിറയെ വെള്ളം ഒഴിക്കാൻ പാടില്ല. അതിൽ കുറച്ച് പുളിയും പിന്നെ കരിമ്പ് സക്കര ഇല്ല, എന്താ കരിപ്പട്ടിയോ എന്തെങ്കിലും ഒന്ന്, വെല്ലമോ എന്തെങ്കിലും ഒരു സാധനം, അതൊരു മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ആ പുളിയിൽ ഇട്ടോ. എന്നിട്ട് കുറച്ച് നമ്മണ്ടി കൊടുത്തിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്തേക്ക്, പൊതിർത്തി വെക്ക്. എന്നിട്ട് പിന്നെ നമുക്കത് ഇതാക്കാം. ജാസ്തി വെള്ളം ഒഴിക്കണ്ട, ലേശം ഒഴിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ അതൊന്ന് നല്ലോണം ഇതാക്കണം, ക്രഷ് നമ്മണ്ടണം കേട്ടോ, അല്ലെങ്കിൽ അതെല്ലാം അങ്ങനെ കട്ടയായിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിൽ കുറച്ച് കരിമ്പ് സക്കര, എന്താ ഇതാണ് ശർക്കര ഇല്ലേ, അത് സാധനം. ഇത് ഒരു സവോള അതിനെ ചെറുതായിട്ട് മുറിച്ചോ. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ പുതിന, ഇത്ര മാത്രം. അത് നിങ്ങൾ ഇതെല്ലാം എടുക്കുന്നത് നിങ്ങൾ ജാസ്തി കാബിൾ ചെന്നെല്ലാം എടുക്കുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് ഇതെല്ലാം ജാസ്തിയാക്കണം കേട്ടോ. ഇപ്പോൾ ഈ പുളി വെള്ളമില്ല, അത് വന്നിട്ട് ഒന്ന് ചായ അരിക്കുന്ന അരിപ്പല്ല, അതിലൊഴിച്ചിട്ട് ഒന്ന് ഇതാക്കി കളി. കാരണം അതിലത്തെ മണ്ണും ഇതെല്ലാം ഉണ്ടല്ലോ, പുളീൻ്റെ കുരുവെല്ലാം ഉണ്ടാവില്ല, അതെല്ലാം എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് അരിച്ചേക്ക്. ഓക്കെ. പിന്നെ ഇതാ ഇപ്പോൾ കാബിൾ ചെണ്ണ വെന്തിട്ടുണ്ട് നോക്ക്. ഇപ്പോൾ നമ്മളിങ്ങനെ അമത്തി നെക്കി നോക്കിയാൽ നമുക്കറിയാമല്ലോ വെന്തിക്കാണ്. അതിൻ്റെ ശേഷം ഇപ്പോൾ ഉരുളക്കിഴങ്ങ് തനിയെ എടുത്തിട്ട് അതിനെ ഉടച്ചേക്ക്, നല്ലോണം ഒന്ന് ഒടിക്കണം. പിന്നെ ഇതും ഉടയ്ക്കണം. ഇങ്ങനെ നല്ലോണം ഇതാക്കി മാഷറുണ്ടെങ്കിൽ മാഷറുണ്ട്. ഇത് വന്നിട്ട് പുളി വെള്ളത്തിൽ കുറച്ച് 1 ടീസ്പൂൺ ചാട്ട് മസാല നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ഇട്ടോ, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. കടല വന്നിട്ട് ഇങ്ങനെ ഇത്ര വെന്താൽ മതി. ഓക്കെ. എന്നിട്ട് ആ കടലിനെ ഒന്ന് നല്ലോണം ഇതാക്കി കളി. പിന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ ചതച്ച് വെച്ചിക്കില്ല, അമത്തി വെച്ചിക്കില്ലേ, പ്രസ് ചെയ്തത്, അതിന് ഇതോടെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഇതാക്കിയിട്ട് പുളിവെള്ളം, ചാട്ട് മസാല ചേർത്തിയ വെള്ളമില്ലേ, ശർക്കരപ്പാനിയും പുളിയും പിന്നെ ചാട്ട് മസാല ചേർന്നതാണത്. കുറച്ചായിട്ട് ഒഴിച്ചോ. അത് ജാസ്തി ആകാൻ പാടില്ല, ഒരു ലിമിറ്റിൽ ഇരുന്നോട്ടെ. കാരണം നമ്മൾ ആ പാനിപ്പൂരി ഇങ്ങനെ ഉടച്ചിട്ട് ഇടുമ്പോൾ ആ വെള്ളം ഉണ്ടതെല്ലാം അത് കുടിച്ചോളും, പൊതുന്നോളുമല്ല വെള്ളത്തിൽ. അപ്പോൾ ഇതിട്ടിട്ട് ഒന്ന് നല്ല മിക്സ് ചെയ്ത്, പിന്നെ നമ്മൾ മുറിച്ച് വെച്ച മല്ലിയും സവാള അല്ലല്ല, അത് കുറച്ച് ഇതിലിട്ടോ, കുറച്ച് ഗാർണിഷിന് എടുത്ത് വെച്ചേക്ക്. ഇതിൽ കുറച്ചിട്ടിട്ട് ഒന്ന് കലക്കിയിട്ട് പിന്നെ നമ്മൾ സെർവിങ് ബൗളിലേക്ക് മാറ്റിയതിൻ്റെ ശേഷം പിന്നെ അതിൻ്റെ മേലെയും കുറച്ച് ഉള്ളിയെല്ലാം വന്നിട്ട് ഗാർണിഷ് ചെയ്തേക്ക്, വെതറിയിട്ടേക്ക്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവുമല്ലോ. ഓക്കെ. ട്രൈ ചെയ്ത് നോക്കി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തവർ ഒരു ലൈക്ക് ബട്ടണേക്ക് ഒന്ന് പ്രസ് ചെയ്യും. ഓക്കെ. ഇത് നോമ്പിനെല്ലാം നമുക്ക് ഒരു നേരം കഴിച്ചു കഴിഞ്ഞാൽ വയറ് ഗുമ്മുണ്ടാവും. നോമ്പ് തുറന്ന് നമ്മൾ കഞ്ഞി ഇതെല്ലാം കഴിച്ചതിൻ്റെ ശേഷം ഇത് കഴിച്ച് നോക്കിയാൽ മതി. ഓരോ ദിവസം ഓരോന്ന് ചെയ്യാമല്ലോ. അപ്പോൾ കുട്ടികൾക്കും അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ. ട്രൈ ചെയ്ത് നോക്കി. ബൈ. താങ്ക് യു.